ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ടർബോൻ്റെ ടീസർ വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാണ്ട് നമുക്കതൊന്ന് കാണാം. ഓ, മമ്മുക്ക കാറ്. ഓ, എൻ്റെ പോലെ സിങ് സൗണ്ട് ആണോ? രാജ്വി ഷെട്ടി. ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നത് 8 പേര് 5 പേര് പിന്നിലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ കൊല്ലാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സീൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഓഹോ, ഏതാ എൻ്റെ മോനെ. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെ ഏടാ, എൻ്റെ മോനെ. അടിപൊളി. ഇതാരാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? എൻ്റെ മോനെ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറയാലോ. ഈ ട്രെയിലർ കട്ട് ഈസ് വേറെ ലെവൽ, അടിപൊളിയായിട്ട്. അതായത് ഇത് നമുക്കെല്ലാം ഒരു ഹൈപ്പ് പക്ക ലെവലിൽ കയറ്റി തരുന്നൊരു സാധനമാണ്. അപ്പോൾ കുറച്ച് ഫൈറ്റും പരിപാടിയൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം വ്യക്തമാണ്. മിഥുൻ മാനുവൽ തോമസ് ആണല്ലോ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അപ്പം ചുമ്മാ വെറുതെ ഫൈറ്റ് ഇട്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കഥയും കൂടിയും എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയാലേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫൈറ്റും ആസ്വദിക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫൈറ്റ് ആണെങ്കിലും എത്ര നല്ല ഫൈറ്റ് ആണെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ആ സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. എന്തായാലും ട്രെയിലർ ഈസ് വേറെ ലെവൽ. ട്രെയിലർ ആരാണ് കട്ട് ചെയ്ത് വെച്ചത്, എന്താണ് കാണിച്ചു വെച്ചത്? ഓ, വേറെ ലെവൽ സാധനം. എന്തായാലും ടർബോ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, മിഥുൻ മാനുവൽ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ടർബോ എൻജിനൊക്കെ വെച്ച മാതിരി പവർഫുൾ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ടർബോ എന്ന് പറഞ്ഞ ആ പേര് എന്തിനാണ് ഇട്ടത് എന്നുള്ള ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. ഇതാണ് സാധനം, ഇതാണ് ആ പവർ. ടർബോ ജോസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ഫീല് പടത്തിനും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ പടം കത്തിക്കയറും, ഉറപ്പാണ്. അപ്പം ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ടർബോനാണ് കട്ട വെയിറ്റിംഗ്. വേറെ പടം ഏതെങ്കിലും അതിൻ്റെ ഇടയിൽ ഇറങ്ങാനുണ്ടോ അറിയില്ല കേട്ടോ. എന്തായാലും ടർബോ ഈ ആവേശം കഴിഞ്ഞിട്ട് ഒരു നമുക്ക് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പടം ഇനിയിപ്പം വേറെ ഏതെങ്കിലും വരാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ ഒന്നുമില്ല. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടോ. അപ്പോൾ ജോസ് ഏട്ടൻ വരേണ്ടി വരും. അപ്പോൾ ജോസ് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരു പൊളിക്കും, അതെന്തായാലും ഉറപ്പിച്ച്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. വേറെ ലെവൽ സാധനം കേട്ടോ, വേറെ ലെവൽ സാധനം. അപ്പോൾ വൈശാഖിൻ്റെ ഒരു കമ്പാക്കും കൂടി ഉണ്ട്. ശരിക്കും വൈശാഖ് മോൺസ്റ്റർ ഒന്ന് പോയിരുന്നുള്ളൂ. അതിന് മുന്നേ വന്ന നൈറ്റ് ഡ്രൈവ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ഹോപ്പുണ്ട് വൈശാഖിൻ്റെ ആ ഒരു മാസ് പടത്തിൻ്റെ ആ ഒരു കമ്പാക്ക് ഉണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ കിട്ടണം. ശരിക്കും മമ്മൂക്കേനെ വെച്ച് നല്ല പണിയെടുത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പടത്തിൽ ഫുള്ള് കാണാൻ നല്ലൊരു കൊതിയുണ്ട് സത്യം പറയാലോ. ആ ഒരു മാസ് പരിവേഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ കിട്ടണം. ദിസ് ഇസ് ഇറ്റ്, എന്താ പറയുക, പക്ക മാസ് സാധനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതാണ് ആ മാസ് ക്യാരക്ടർ പറഞ്ഞൊരു ഫീല് ഈ കഥയ്ക്കും ഈ ഒരു മേക്കിങ്ങിനും എല്ലാം കൊണ്ടും നമുക്ക് തരാൻ പറ്റിയാൽ പൊളിക്കും. കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് ഈ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ